അങ്ങനെ കാത്തിരുന്ന അങ്കിള് പോയി. ആന്റി, ഇനി എന്താ നമ്മുടെ പ്ലാൻ? സൂര്യയെ നാളെ ഡിസ്ചാർജ് ചെയ്യും. കുറേ ദിവസം ഈ കിടപ്പ് തന്നെ കിടക്കണം, അതാ ഡോക്ടർ പറഞ്ഞേ. നിങ്ങളുടെ ഡാഡിയുടെ ആഗ്രഹം നന്ദിനി സൂര്യയുടെ അടുത്ത് തന്നെ ഉണ്ടാവണമെന്ന് തന്നെയാ. പക്ഷെ നന്ദിനി ഒരു കാരണവശാലും സൂര്യയുടെ അടുത്തുണ്ടാവരുത്. അവനെ നമുക്ക് നോക്കാം മമ്മി, അതിന് അവളുടെ ആവശ്യം എന്താ? ഇപ്പൊ നീ അങ്ങനെയൊക്കെ പറയും. ഏതൊക്കെ അസുഖം വന്ന സമയത്ത് അടുത്തുനിന്ന് ഒളിച്ചോടിയോളാ നീ. അക്കാര്യത്തിൽ മമ്മി എന്നെ മാത്രം കുറ്റം പറയണ്ട. മമ്മി അവളുടെ അടുത്ത് ചെന്നിരുന്നോ? അത് ഒന്നും മിണ്ടാതിരിക്കെ. അതല്ലല്ലോ നമ്മൾ പറയുന്ന കാര്യം. മമ്മി, ഏട്ടൻ വീട്ടിലെത്തുമ്പോ അവൾ എന്തായാലും പാഞ്ഞു വരും. പക്ഷെ ഏട്ടന്റെ അടുത്തിരിക്കാൻ പാടില്ല എന്നല്ല, ഏട്ടന്റെ മുറിയിലേക്ക് പോലും കേറാൻ പാടില്ലെന്നാ അവളെടുത്ത് പറയണ്ടേ. അവൾ അടുക്കളയിൽ നടന്നോട്ടെ, ഏട്ടനെ കാണാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ പറയണം. അതെ, അതൊക്കെ വലിയ പ്രശ്നമാവും. അവള് കരഞ്ഞു ബഹളം വെച്ചാൽ നാട്ടുകാർ ഓടിക്കൂടില്ലേ? നാട്ടുകാരുടെ കാര്യമൊക്കെ നിങ്ങൾ വിട്ടേക്ക്. അങ്ങനെ ആരെങ്കിലും വന്നാലേ പറയേണ്ടത് എന്താന്ന് ഞാൻ പറഞ്ഞോളാം. മമ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സൂര്യയ്ക്ക് അപകടം സംഭവിച്ചതിന്റെ പേരില് നന്ദിനിക്കും അവളുടെ അച്ഛനുമെതിരെ നമുക്ക് പോലീസിലൊരു പരാതി കൊടുത്താലോ? പോലീസ് വിളിച്ചെന്ന് വരട്ടി കഴിയുമ്പോ സുദേവൻ പിന്നെ മോളെ നമ്മുടെ വീട്ടിലേക്ക് വിടില്ല. നീ ഒന്നും മണ്ടത്തരം പറയാതിരിക്കൂ. നമ്മൾ അങ്ങനെ ഒരു പരാതി കൊടുത്താൽ നമുക്കെതിരെ പരാതി കൊടുക്കാനായിരിക്കും നിങ്ങളുടെ ഡാഡിയുടെ ശ്രമം. മാത്രമല്ല, ഓർമ്മ വന്നു കഴിഞ്ഞാൽ സൂര്യ നമ്മുടെ ഭാഗത്ത് നിൽക്കൂ? ഒരിക്കലും ഇല്ല. അത് ശരിയാ. പോലീസിൽ പരാതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവളെ നമ്മൾ നേരിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. ഇത്രയും കാലം നമ്മൾ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഈ കുടുംബത്തിൽ കയറാനുള്ള യോഗ്യത നിനക്കില്ല. ഇപ്പോ നമ്മൾ അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ പോവാ. നമ്മുടെ കുടുംബത്തിലെ അംഗമായ സൂര്യയെ ഒന്ന് കാണാൻ പോലുള്ള യോഗ്യത അവൾക്കില്ലാന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോവാ. നാളെ സൂര്യ വീട്ടിലെത്തുന്ന നിമിഷം മുതൽ അവൾക്ക് വിലക്ക. ആ വിലക്ക് അവൾ മറികടന്നാൽ അവളെ നമ്മൾ കൈകാര്യം ചെയ്തിരിക്കണം. മനസ്സിലായോ എല്ലാവർക്കും? ഞങ്ങൾ എന്തിനും കൂടെ ഉണ്ടാവും മമ്മി. അവളെന്നെ അടിച്ചാടി ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. അതിന് പകരം ഞാൻ ചോദിച്ചോളാം. മോളെ, ഒരു കാര്യത്തിന് പോകുമ്പോൾ സാധാരണ യാത്ര പറഞ്ഞിറങ്ങുന്നത് പോലെ നിന്റെ അടുത്തുനിന്ന് അങ്ങനെ ഇറങ്ങിപ്പോവാൻ അച്ഛന് പറ്റുന്നില്ല. സൂക്ഷിക്കണമെന്ന് പറയാനേ പറ്റൂ. ക്രൂരത മാത്രം കൈമുതലായുള്ള കുറെ ആത്മാക്കളെ കുടുംബം എന്ന് പറഞ്ഞ് തലയിൽ ചുമക്കേണ്ട ഗതികേടുള്ള ഒരാളാ ഞാൻ. ഇത്രയും നാൾ അവര് ചെയ്തു കൂട്ടിയതൊക്കെ എന്റെ മനസ്സിലുണ്ട്. സൂര്യ ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയില് അവര് നിന്നെ ദ്രോഹിക്കാൻ ശ്രമിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആട്ടി പുറത്താക്കാൻ ശ്രമിക്കും.
ശ്രമിച്ചോട്ടെ സർ, പക്ഷെ ഞാനെങ്ങും പോവില്ല. രാജു, എന്താ സാറേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങള് ചിലപ്പോ മോളെ എന്നോട് പറയാൻ മടിക്കും. നീ എന്നെ വിളിച്ചു പറയണം കേട്ടോ. ഞാൻ പറഞ്ഞോളാം സാറേ. ഞാൻ ഇറങ്ങാം മോളെ. ഇന്നൊരു രാത്രി കൂടി മോള് കരഞ്ഞ് കാത്തിരിക്കേണ്ടി വരും. നേരം വെളുക്കുമ്പോ അവനിങ്ങെത്തും. സാർ ഇറങ്ങിക്കോളൂ. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് മനസ്സ് വിഷമിക്കേണ്ട. സാർ പോകുന്ന കാര്യം ഭംഗിയായിട്ട് നടക്കട്ടെ. അച്ഛൻ പോട്ടെ മോളെ, ഫ്ലൈറ്റിന് സമയമായിട്ടുണ്ട്. എന്റെ മോളെ ദൈവം ഒരുപാട് പരീക്ഷിക്കാതിരിക്കട്ടെ. മോളെ, ചിലപ്പോ സാറിനെ കരുതിക്കുട്ടി പറഞ്ഞയച്ചതായിരിക്കും. അറിഞ്ഞോട് രാജുവേട്ടാ, അവർക്കൊക്കെ എന്തും ചെയ്യാനുള്ള കരുത്തുണ്ട്. കൂടി വന്നാൽ എന്താ, പണ്ടത്തെ പോലെ ആരെങ്കിലും വിളിച്ച് എന്നെ കൊല്ലാനുള്ള ഏർപ്പാട് ചെയ്യുമായിരിക്കും. അയ്യോ മോളെ, കൊല്ലട്ടെ. ഇപ്പൊ ഞാൻ സന്തോഷത്തോടെ ചാവൂ. സാറിനെ സ്നേഹിക്കുന്നിടത്തോളം സന്തോഷത്തോടെ ചാവും. വിവേകേ, എന്താടോ? നന്ദിനിയെ വിളിക്കുന്നെ. നമ്മൾ ഇതുവരെ അങ്ങോട്ട് വിളിക്കാത്തത് കൊണ്ട് വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കുന്നതാ. ഫോൺ എടുക്കാതിരുന്നാൽ ശരിയാവില്ല. അല്ലെങ്കിൽ അയാൾ ഒറ്റപ്പെട്ടിരിക്കുക. നീ എടുക്ക. ഹലോ ആരതി, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ലേ? സൂര്യ സാറിനെ കണ്ടില്ലേ? എന്നിട്ട് എന്താ എന്നൊന്നും വിളിക്കാത്തത്? ഞാനിവിടെ കാത്തിരിക്കാന്ന് അറിഞ്ഞൂടെ? നന്ദിനി, ഞങ്ങൾ സൂര്യയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. പക്ഷെ അവനെ കാണാൻ പത്മ മേഡം ഞങ്ങൾ അനുവദിച്ചില്ല. എന്താ വിവേക് അവരി കാണിക്കുന്നേ? സാറിനെ സ്നേഹിക്കുന്നവരാരും സാറിന്റെ ചുറ്റും വേണ്ടാന്ന് അവർ നിർബന്ധിക്കുവാണോ? ഞങ്ങൾ കുറെ പറഞ്ഞു നോക്കി, പിന്നെയും വാശി കാണിച്ചപ്പോ ഞങ്ങൾ തിരിച്ചു പോന്നു. നന്ദിനി, അവിടുത്തെ ഒരു ഡോക്ടറിന്റെ കൂട്ടുകാരന്റെ ബന്ധുവാ. ഞാൻ അവനെ കൊണ്ട് വിളിപ്പിച്ചിരുന്നു. എന്നിട്ട് എന്തു പറഞ്ഞു? സൂര്യക്ക് കാലിന് രണ്ടിനും നല്ല പരിക്കുണ്ട്. പിന്നെന്താ? ശ്വാസകോശത്തിൽ പുക കയറിയതിന്റെ എഫക്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് മാറുമെന്ന് പറഞ്ഞു.